നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ഷന് മുന്നോടിയായി പല പദ്ധതികളും കേരളത്തിൽ സർക്കാരും പല വാഗ്ദാനങ്ങൾ പ്രതിപക്ഷവും നൽകുന്നുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നത് ഇടതുപക്ഷത്തോടെ കൂടെ നിൽക്കുന്നു എന്ന് നമ്മളൊക്കെ കരുതുന്ന ശ്രീ മമ്മൂട്ടി എന്ന നടൻ വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ കാണാൻ പോയി. കൂടെ നിന്നിരുന്ന CPM-ൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയോടെ താങ്കൾ എൻ്റെ കൂടെ എപ്പോഴും നടക്കണ്ട, അത് കണ്ട് ജനം വിശ്വസിക്കും, ഞാൻ നിങ്ങൾക്ക് പബ്ലിസിറ്റി തരാൻ വന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ടിപ്പണിയും ചെയ്തു. അതായത് ഇത് ജനങ്ങളുടെ പൈസ കൊണ്ട്, എല്ലാവരുടെയും പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ്, സർക്കാരിൻ്റെതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിയുടെ ലേബൽ ഇത് ചാർത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാന്ന് മറ്റും സംസാരിച്ചു. എനിക്ക് തോന്നി ഇത് കേരളത്തിലെ പല കാര്യങ്ങളിലും ഇന്നത്തെ ഈ വികസനം എന്ന് പറഞ്ഞ് സർക്കാരുകൾ ചെയ്യുന്നത് പാർട്ടികളുടെ ആക്കുന്ന BJP തന്ത്രം കേരളത്തിലും CPM ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമായിട്ടാണ്. അതായത് മലയാളി ഇതുവരെ ആ ഒരു സർക്കാർ ചെയ്യുന്നത് ഒരു പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയല്ലേ സാർ ഉള്ളത്. അത് ഞാൻ ഇത് പറയാൻ കാരണം, BJP നോർത്ത് ഇന്ത്യയിലെ ഇവിടുത്തെ എന്താണ് നോർത്ത് ഇന്ത്യൻ കൺട്രി സൈഡിലെ ആൾക്കാരെ വിശ്വസിപ്പിച്ചേക്കുന്നത് മോഡിജിയാണ് എല്ലാം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീട്ടിൽ LPG കൊണ്ടുവരുന്നത് മോഡിജിയാണ്, അവിടെ ഫോട്ടോ സഹിതം ഇത് കാർഡ് കൊടുക്കുകയാണ്. അത് വെള്ളമാണെങ്കിൽ അത് മോഡിജിയാണ് കൊണ്ടുവന്നത്. അതായത് ഭരിക്കുന്ന BJP ആണ് ഇതൊക്കെ ചെയ്തത്, ആ സർക്കാരല്ല. മാത്രമല്ല അവർ ഇതെല്ലാം ആധാർ കാർഡുമായി അതിൻ്റെ ബന്ധിപ്പിക്കുന്ന ടെലിഫോൺ നമ്പറുമായി അത് ആ ലിസ്റ്റുകളെല്ലാം പൊളിറ്റിക്കലി അവർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ നിങ്ങൾക്ക് LPG ഫ്രീ ആയിട്ട് തന്നു, അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്കായിരിക്കണം എന്ന് പറയുന്ന ഒരു പന്നാ പ്രമുഖിൻ്റെ കൾച്ചറിലേക്കാണ് BJP നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോയിരിക്കുന്നത്. അത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആദ്യമായി അത് ട്രൈ ചെയ്യുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ സർക്കാരായിരിക്കും. ഇപ്പം പാലം ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് LDF-നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രയോ സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്നു. അപ്പോൾ അത് സർക്കാരുകളുടെ ഒരു റൊട്ടീൻ ഫംഗ്ഷനാണ് ഇതൊക്കെ എന്നുള്ള കാര്യം വിട്ടിട്ട്, അത് മാത്രമല്ല ഇത് ഫണ്ട് ചെയ്യുന്നത് ഖജനാവിൽ നിന്നാണ്. ഒരു പാർട്ടിയുടെയും ഫണ്ട് എടുത്തിട്ട് ആരും ഒരു വികസനവും നടക്കുന്നില്ല. അപ്പം ഈ ഒരു അസഹിഷ്ണുത ഇങ്ങനെ രാഷ്ട്രീയമായി ഇതിനെ എടുക്കാൻ ശ്രമിക്കുന്ന ഒരുതരം സെക്ടേറിയൻ അപ്രോച്ച് ഇല്ലേ സാർ വികസനത്തെ കുറിച്ച് തന്നെ? അല്ല, ചെറിയാൻ ഇത് പറഞ്ഞത് താങ്കൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉദ്ഘാടനങ്ങളുടെയും കോൺക്ലേവുകളുടെയും അതിരേകം എക്സസ് വളരെ 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 പ്രധാനം തന്നെയാണ്. അത് ആരും പാർട്ടിയെയും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് പോലും ശ്രദ്ധിക്കാതെ തരമില്ലാത്ത വിധത്തിലാണ്. മുൻ ഇടതുപക്ഷ സർക്കാരുകൾ പോലും ശ്രമിക്കാത്ത രീതിയിലുള്ള പ്രചരണത്തിന് വേണ്ടി സർക്കാർ ചടങ്ങുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് ഞാൻ താങ്കൾ പറയുന്നത് യോജിക്കുന്നു. പക്ഷേ ഈ ഉദ്ഘാടന മഹാമഹങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് നടത്തലും ധൃതി പിടിച്ച് പണം നൽകിക്കൊണ്ട് സാങ്ഷൻ ആക്കലും ഒക്കെ UDF-ന്റെയും LDF-ന്റെയും സർക്കാരുകൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണം ഇത് പല കാര്യങ്ങളാണ്. താങ്കൾ ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണം മുഴുവൻ പിണറായി കേന്ദ്രീകൃതമാണ്. അതൊരു വ്യത്യാസം ഉണ്ട്. അത് ഇപ്പൊ ഉമ്മൻചാണ്ടി കേന്ദ്രീകൃതമോ കരുണാകരൻ കേന്ദ്രീകൃതമായോ ഇതിനു മുൻപ് ഇല്ലാത്ത വണ്ണം പിണറായി കേന്ദ്രീകൃതമാണ് LDF-ന്റെ ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെയുള്ള പ്രചരണം. അത് ആദ്യത്തെ കാര്യം, അത് ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ദോഷകരമായിട്ടുള്ള ഒരു വ്യക്തി പൂജയുടെ ഒരു സംസ്കാരത്തെ വീണ്ടും നമ്മൾ കൊണ്ടുവരികയാണ്. എവിടെ പോയാലും പിണറായിയുടെ മുഖം ഇല്ലാതെ നിങ്ങൾക്ക് കേരളത്തിലെ KSRTC ബസ്സിൽ കയറാൻ കഴിയുകയില്ല, പൊതുനിരത്തിൽ നടക്കാൻ കഴിയുകയില്ല. ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങളിലെല്ലാം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.
ഇത് BJP ചെയ്തപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ ചെയ്തപ്പോൾ അല്ല, നമ്മളൊക്കെ അതാ ഞാൻ അത് വിമർശിക്കുകയല്ലേ. താങ്കൾ എന്തിനാണ് ഞാൻ വിമർശിക്കുന്ന കാര്യത്തെ വീണ്ടും അതില് എരിവ് കൂട്ടാനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ BJP ചെയ്യുന്നത് പോലെ തന്നെയാണ്. അല്ലല്ലേ വ്യക്തിപ്രഭാവം, വ്യക്തിപൂജ എന്ന് പറഞ്ഞാൽ മോഡി ആയാലും പിണറായി ആയാലും ജനാധിപത്യവാദികൾക്ക്, ഇടതുപക്ഷ പ്രവർത്തകർക്ക് വ്യക്തിപൂജ ഒരിക്കലും സ്വീകാര്യമല്ല. ആരായാലും, മോഡി ആയാലും ഇനി സതീശനായാലും നമുക്ക് സാധ്യമല്ല. അപ്പൊ അതാണ് ഒരു കാര്യത്തിൽ ഒരു വ്യത്യസ്തത കാണുന്നത്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പടം വെച്ച് പോലും തിരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കാതിരുന്ന ഒരു പ്രസ്ഥാനം ഇന്നത്തെ അവസ്ഥയിൽ, പണ്ട് VS അച്യുതാനന്ദനെതിരെ വ്യക്തിപ്രഭാവത്തിന്റെ, വ്യക്തിപൂജയുടെ ആരോപണം ഉന്നയിച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് വ്യക്തിപൂജയിൽ മുഴുകിയിരിക്കുന്നു. അത് മോഡിയുടെ മാതൃകയാണ്, ട്രംപിന്റെ മാതൃകയാണ്, പുച്ചിന്റെ മാതൃകയാണ്, സിംഗിന്റെ മാതൃകയാണ്. അത്രയും പറഞ്ഞ പോലെ. അപ്പോൾ എന്റെ നിലപാട് വ്യക്തമല്ലേ? രണ്ട്, അതുമാത്രമല്ല, ഏറ്റവും വേറൊന്ന് നമ്മൾ കാണുന്നത്, ഈ നമ്മളെ ഇതിനു മുൻപുള്ള ഒരു തെക്കുവടക്കിൽ ചർച്ച ചെയ്തതുപോലെ PRDA ഉപയോഗിച്ച്, അതായത് സർക്കാർ വകുപ്പിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രാഷ്ട്രീയ പ്രചരണത്തിന് ഈ സർക്കാർ പോകുന്നു. അതും ഒരു പുതിയ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നു എന്താണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ വ്യക്തിപ്രഭാവത്തിന്റെ അതിപ്രസരം. രണ്ട്, സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം. ഇത് രണ്ടും ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒന്ന്, ഇതൊരു പക്ഷേ ഇതിലെല്ലാം ജനങ്ങൾ ആകൃഷ്ടരായി LDFന് വോട്ട് ചെയ്യാൻ തയ്യാറായേക്കാം. അതിനോടൊപ്പം തന്നെ അത്ര തന്നെ സാധ്യതയുണ്ട് ഇതിനോട് എതിരായിട്ട് ഇത് ശരിയല്ല എന്നുള്ള ധാരണയിൽ ആളുകൾ തിരിച്ചു വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഒരുപോലെയുണ്ടെന്ന് CPM LDFന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നിങ്ങൾ സ്പെക്ടാക്കിൾ എന്ന് ഞാൻ പറയില്ല, കെട്ടുകാഴ്ചകൾ, നിരവധി കോൺക്ലേവുകൾ. ഞാൻ ഇന്നലെ സംസാരിച്ച പോലെ, ഒന്ന്, പ്ലാനിംഗ് വകുപ്പ് കേരള വിഷൻ 31 തുടങ്ങുന്നു. ഐസക്കിന്റെ വക കേരള പഠന കോൺഗ്രസിൽ നടക്കുന്നു. നിരവധി കോൺക്ലേവുകൾ, മഹാസമ്മേളനങ്ങൾ, പല ആളുകളെയും വിളിച്ചു. ഇനി മോഹൻലാലിന്റെ ഉപയോഗിച്ച് ഒരു ഷോ, മോഹൻലാലിനെ ഉപയോഗിച്ച് പിണറായി വിജയനുമായി ഒരു മുഖാമുഖം എന്ന ഒരു ഷോ നടത്തുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ മമ്മൂട്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു പെരുമ്പളം പാലത്തിന്റെ ഓഡിയോവുമായി. ഇന്നലെ കണ്ടോ എന്നറിഞ്ഞുള്ള താങ്കൾ ഒരു ഓഡിയോ റിലീസ് ചെയ്യുന്നു. മമ്മൂട്ടി ആ പാലത്തിലൂടെ പോകുന്നതും ആ ചെമ്പുകാരൻ എന്ന് പറയുന്നു. ഓക്കെ, ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തിന് ഇതെടുത്ത് മോഹൻലാൽ എന്ത് കാരണം കൊണ്ട് അത് ചെയ്യുന്നു? ഇനി മോഹൻലാൽ പൈസ മേടിച്ചിട്ടാണോ അല്ലാതെയാണോ ഇത് ചെയ്യുന്നത്? മമ്മൂട്ടി മേടിച്ചിട്ടാണോ അല്ലാതെയാണോ ഇതെല്ലാം ചെയ്യുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആണെങ്കിലും അല്ലെങ്കിലും ഇത് കേരള സംസ്കാരത്തിന് കേരളം നിരക്കുന്നതല്ല. അതും ഒരു വ്യത്യാസമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഈ താരങ്ങളുടെ പേരിൽ വോട്ട് കിട്ടണമെങ്കിൽ എന്നെല്ലാം ആരൊക്കെ ജയിച്ചിരിക്കണം കേരളത്തിൽ? അപ്പൊ താരാരാധനയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളുടെ എൻഡോഴ്സ്മെന്റ് കൊണ്ട്, ഞാൻ ആ വാക്കാ വയ്ക്കുന്നത്, മമ്മൂട്ടി ആയാലും മോഹൻലാലും എൻഡോഴ്സ് ചെയ്തതുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ വോട്ടും മാറാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു അരാഷ്ട്രീയ വോട്ട് ഇതുവരെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല. ജാതി വോട്ടുകളുണ്ട്, മതവോട്ടുകളുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള താരാരാധനയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മാറി ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പൊതുജീവിതത്തിൽ ഇനിയും കേരളത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരുടെ സാമാന്യമായ ബുദ്ധിയെ കുറച്ച് കാണരുത്. UDF ആയാലും LDF ആയാലും CPMന്റെ തന്ത്രം മെനയുന്നവരായാലും നികേഷ് ആയാലും അല്ലെങ്കിൽ കനഗോലു ആയാലും നികേഷ് കുമാർ ആയാലും അല്ലെങ്കിൽ LDF ഏൽപ്പിച്ചിരിക്കുന്ന ബോംബെയിലെ സ്വകാര്യ അഡ്വർടൈസ്മെന്റ് ഏജൻസി ആയാലും ആരായാലും കേരളത്തിന്റെ തനത് സംസ്കാരം ഇപ്പോഴും വളരെ ആർജവത്തോടു കൂടി അട്ടിമുട്ടി രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പൊടിക്കൈകളുമായി ആരിറങ്ങിയാലും. ഞാൻ ഈ പൊടിക്കൈകളാണെന്നാണ് പറയുന്നത്. അതെ, മമ്മൂട്ടി താങ്കൾ പറയുന്ന പോലെ ഇന്ന് എന്തോ ഒരു ജില്ലാ സെക്രട്ടറിയുമായി, റഫീഖുമായി, ഇപ്പൊ ഞാൻ ഏറ്റവും ഒടുവിൽ കേട്ടത് മമ്മൂട്ടി വിളിച്ച് ആശ്വസിപ്പിച്ചു എന്നാണ് ജില്ലാ സെക്രട്ടറി. ഇനി ആശ്വസിപ്പിച്ചാലും ആശ്വസിപ്പിച്ചില്ലെങ്കിലും ഇതൊരു തമാശയാണ്. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ വെല്ലുന്ന ഒരു വിവാദം പോലുമാണ്. ഇതൊന്നുമല്ല ജനങ്ങളുടെ ജീവിതത്തെ താല്പര്യപ്പെടുത്തുന്നത്. അദ്ദേഹം റഫീഖ് തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. അതായത് ഈ ക്യാമ്പയിൻസുകളൊക്കെ
സോഷ്യൽ മീഡിയ ബാരോമീറ്ററിൽ വെച്ചാണോ പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ചെയ്യുന്നത്? സോഷ്യൽ മീഡിയയിലെ അപ്ഹീവൽസ് നോക്കിയാണോ ഈ ക്യാമ്പയിനിന്റെ പുറകിലൊക്കെ ഇവർ പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ സർ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആരെയാണ് കോപ്പി അടിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്ന ഈ കാണുന്ന അഭിപ്രായ രൂപീകരണമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനത്തെ അധികരിച്ചു കാണുന്നതും അതില്ലാതെ തീരെ കുറച്ചു കാണുന്നതും ഒരുപോലെ തെറ്റാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. UDF ഉം LDF ഉം BJP യും വലിയ തോതിൽ. BJP യും ഇന്ന് മുഴുവൻ പേജ് പരസ്യങ്ങളും മുദ്രാവാക്യങ്ങളും ഏജൻസികളുമായി രംഗത്തിറക്കിയിട്ടുണ്ട്. അത് കാലത്തിന് അതാണ്. പക്ഷെ അമിതമായി ഈ പറയുന്ന ഈ പ്രചരണോപാധികളെ ആശ്രയിച്ച കേരളത്തിന്റെ സമൂഹത്തെ തിരിച്ചറിയുന്നതിൽ വലിയ കുറവുണ്ടാകുമെന്ന് എനിക്ക് അറിയാം. കാരണം അത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നവരുടെ എണ്ണം വോട്ടർമാരിൽ കുറവാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെയുള്ള ഈ മമ്മൂട്ടി, ഇപ്പൊ വളരെ അത്ഭുതം, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്താണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഇതുവരെയായും RSSനെയോ മോഡിയെയോ തുറന്ന് എതിർത്ത് കേട്ടതായി ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം കൈരളിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം CPM-നൊപ്പമാണ്. CPM മമ്മൂക്ക സഖാവ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹത്തെ കൈകാര്യം. പക്ഷെ അദ്ദേഹം ഒരു കൃത്യമായ രാഷ്ട്രീയ നിലപാട് കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ എടുത്തിട്ടുള്ളതായി എനിക്കറിയില്ല. മമ്മൂട്ടിയാണെങ്കിൽ ഫലത്തിൽ അദ്ദേഹം ഒരു RSS അനുഭാവിയാണെന്ന് അദ്ദേഹത്തിന്റെ സ്വത്ത് വിനിയോഗത്തിലൂടെ കേരളത്തിലെ ആളുകളെ കാണിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും ഇപ്പോൾ പിണറായി വിജയൻ മോഹൻലാലിന്റെ കാര്യമല്ലേ പറഞ്ഞത് സർ? മോഹൻലാലിന്റെ കാര്യമല്ലേ? അല്ല, മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക. അപ്പൊ ലാലേട്ടനും മമ്മൂക്കയും കൂടി ഒരുമിച്ച് പിണറായിയെ പിന്തുണയ്ക്കുമ്പോൾ അതിലെ പന്തികേട് തിരിച്ചറിയാനും കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാർക്ക് കഴിയില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇത് അമിതമായാൽ അമൃതും വിഷം. എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിഭ്രാന്തി, നമ്മൾ ഒരിക്കൽ പരിഭ്രാന്തി നമ്മൾ ചർച്ച ചെയ്താണ്. അത് CPM-നെ ആകെ എന്താണ് അവർ ചെയ്യേണ്ടത്? എല്ലാം ചെയ്തു നോക്കാം. അതാണ് കൈവിട്ട കളിക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് കാണിക്കുന്ന ഒരു സൂചനയാണ്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിലനിൽക്കണമെന്നും ശക്തിപ്പെടണമെന്നും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇതല്ല അതിന്റെ മാർഗം. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക രാഷ്ട്രീയ ബദലായി മോഡിക്കും കോൺഗ്രസിനും, അതായത് കർണാടകയേക്കാൾ നല്ല സർക്കാർ, മമതയേക്കാൾ നല്ല ബദൽ, മോഡിക്ക് ബദൽ മമതയേക്കാൾ നല്ലത് പിണറായിയാണ്. ഖാർഗെ അല്ലെങ്കിൽ നമ്മുടെ സീതാരാമയ്യേക്കാൾ നല്ല ബദൽ, അല്ലെങ്കിൽ സ്റ്റാലിനേക്കാൾ നല്ല ബദൽ പിണറായിയുടേതാണെന്ന് പറയാൻ കഴിയുന്ന ഒരു സാമ്പത്തിക നയവും രാഷ്ട്രീയ നയവും ഉണ്ടെങ്കിൽ മാത്രമേ. അല്ല, അത് ആ ഒരു പോയിന്റ് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് വളരെ സീരിയസ് ആണ്. അദ്ദേഹം പറഞ്ഞത് ട്രംപ് മോഡിയെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മോഡി പിണറായി വിജയനെ കൺട്രോൾ ചെയ്യുന്നു എന്നൊരു അക്യൂസേഷൻ, വളരെ ഭീകരമായ ഒരു അക്യൂസേഷൻ ആണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. അത് UDF കേരളത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതും, അതെ, കേരളത്തിൽ UDF ഉന്നയിക്കുന്ന ഒരു കഴിഞ്ഞ 5 വർഷമായി ചെയ്തുകൊണ്ടിരുന്ന അവരുടെ മുദ്രാവാക്യം ഇടതുപക്ഷം എന്നാൽ CPM അല്ല, കോൺഗ്രസ് ആണ്. ഇതാണ് സതീശനും മറ്റും നെഹ്റുവിയൻ ഇടതുപക്ഷമാണ് തങ്ങൾ എന്ന ഒരു പൊസിഷനിങ്ങിനാണ് അവർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിക്കാൻ അവരെ സഹായിച്ച സാഹചര്യം എന്താണ്? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇനിയിപ്പോ നെഹ്റുവിയൻ സോഷ്യലിസം ഒന്നുമല്ല, പഴയ വിമോചന സമരത്തിന്റെ അതേ അച്ഛന്മാരുടെയും പള്ളിയുടെയും ജാതി മതങ്ങളുടെയും മുന്നണിയാണെന്ന് നമുക്ക് പറയണമെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം എങ്ങനെ ഉണ്ടായി? ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുന്ന വലതുപക്ഷ നയങ്ങൾ എവിടെയോ UDF-ന്റെ LDF-ന്റെ ഭരണത്തിൽ കരി തേച്ചിട്ടുണ്ട്. ഇത് മറക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത് BJP-യുമായി സൗഹൃദത്തിലുള്ള ഒരു ഇടതുപക്ഷമാണ് ഈ അധികാരത്തിൽ വീണ്ടും വരാൻ ശ്രമിക്കുന്നത് എന്ന്. ഇത് കേരളത്തിന്റെ അദ്ദേഹം ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹം വളരെ മാന്യമായി CPM-നെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചില്ല. കാരണം ഇടതുപക്ഷവുമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ പരിസരം അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ കേട്ടത് കഴിഞ്ഞ കൊച്ചിയിലെ പ്രസംഗത്തില് CPM-നെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടി പല പോയിന്റേഴ്സും അദ്ദേഹത്തിന് കൊടുത്തു.
അതിൽ ഒന്നുപോലും അദ്ദേഹം കൊച്ചിയിൽ ഉപയോഗിച്ചില്ല. അതെ 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 അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമചിത്തതയും ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ബോധ്യത്തെയും ആർക്കും വളരെ 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 ആഹ്ലാദകരമായ ഒരു ദീർഘകാല വീക്ഷണം, ദേശീയ വീക്ഷണം. അല്ലാതെ ഈ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ കേരള രാഷ്ട്രീയത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് ഈ UDF LDF ആക്രമിക്കുമ്പോൾ ഒരു പക്ഷെ നേമത്തും വട്ടിയൂർക്കാവിലും മറ്റും ജയിച്ചു കയറാനുള്ള സാധ്യത പോലും അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ അന്നും ഇന്നും വളരെ സമചിത്തതയോട്, രാഷ്ട്രീയ സമചിത്തതയോട് കൂടിയ ഒരു ഇടതുപക്ഷ കോൺഗ്രസ് ഐക്യത്തിന്റെ വിശാലമായ ഐക്യത്തിന്റെ ഒരു ഇത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അദ്ദേഹവും സോണിയാഗാന്ധിയും പ്രിയങ്കയും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ആളുകൾ ഇവിടെ വന്ന് മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിണറായി, മമ്മൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നുമുണ്ട്. കാരണം അവർക്ക് രാഷ്ട്രീയ വിശകലനത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ അത്രയ്ക്കുള്ള താല്പര്യമൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ടെലിവിഷൻ ആയാലും അച്ചടി മാധ്യമങ്ങളായാലും ദേശീയ രാഷ്ട്രീയത്തിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ കാണണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ സാമൂഹ്യ മാധ്യമ സൈബർ പോരാളികൾക്കോ ഇല്ല. പക്ഷെ എനിക്കും ചെറിയാനും അതുണ്ട്. കാരണം നമ്മൾ അതുകൊണ്ടാണ് തെക്കു വടക്കെന്ന് ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കേരളത്തിന് ഭാവിയില്ല. ഈ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് അതിന്റെ വെളിച്ചത്തിൽ തന്നെ കാണാൻ നമ്മൾക്ക് യഥാർത്ഥ മാധ്യമ പ്രവർത്തകർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് ഓർമ്മിപ്പിക്കലാണ് എന്റെയും ചെറിയാന്റെയും ദൗത്യം. അല്ലാതെ ഈ കേരളത്തിലെ പത്രങ്ങളിൽ അന്ന് വേറെ പണിയില്ലാതെ ഈ പറയുന്ന പോലെ ഇന്ന് റഫീഖും മമ്മൂട്ടിയും നാളെ മോഹൻലാലിന്റെ സംഭാഷണം ഇത് മാത്രം മികച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അത്രത്തോളം ദേശീയ അന്തർദേശീയ സാഹചര്യം പോലും ഇത്തരത്തിലുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു കൊച്ചു പട്ടണ അല്ലെങ്കിൽ ഒരു സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് CPM നൽകുന്ന ഒരു സന്ദേശമാണ്. അത് അവരെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സാറ് പറഞ്ഞ ദേശീയ മാത്രമല്ല അന്തർദേശീയമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവല്ലേ ഇറാന്റെ കപ്പൽ കൊച്ചിയിൽ ഇപ്പോൾ കിടക്കുന്നത്. അതെ 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 തീർച്ചയായിട്ടും നിങ്ങളുടെ അതെ അതെ വളരെ 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 അത് നമ്മുടെ അതെ കൃത്യമാണ് ചെറിയാൻ, കൃത്യമാണ്. താങ്കൾ അത് ഏറ്റവും നല്ല മെറ്റഫറാണ്. ഈ കൊച്ചു വർത്തമാനത്തിലും കൊച്ചു തർക്കങ്ങളിലും മലയാളികളെ തളച്ചിടുന്ന രാഷ്ട്രീയ മാധ്യമ സംസ്കാരത്തിന്റെ തലക്കടിച്ച പോലെയാണ് ഈ യുദ്ധത്തിനിടയിൽ നമ്മളുടെ ഒരു ഇറാൻ ഈ കൊച്ചിയുടെ മുന്നിൽ മട്ടാഞ്ചേരി ബർത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് സാർവദേശീയ രംഗം, ദേശീയ രംഗം മലയാളിയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചരിത്രത്തിന്റെ ഇടപെടലാണ്. എന്നിട്ടും മലയാളി ചിന്തിക്കില്ല കേട്ടോ. അതും പേടിക്കണ്ട. നിങ്ങൾ അതിവേഗം ഈ പ്രശ്നത്തിൽ നിന്ന് മാറി നമുക്ക് മമ്മൂട്ടിയിലേക്കും ലാലേട്ടനിലേക്കും അല്ലെങ്കിൽ മാങ്കൂട്ടത്തിലേക്കും PK ശശിയിലേക്കും പോയി അഭിരമിക്കാം. കാരണം പണിയെടുക്കാൻ തയ്യാറല്ലാത്ത മാധ്യമപ്രവർത്തകരാണ് ചെറിയാൻ. എന്ത് പണിയാണ് എടുക്കേണ്ടത്? എന്ത് ഗൃഹപാഠമാണ് ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ വരണമെന്ന് നിർബന്ധമുള്ള പത്രാധിപർമാരുണ്ടോ? അപ്പൊ പത്രാധിപർമാർ പോലും കൊച്ചു വർത്തമാനത്തിന്റെ ആളുകളാണ്. ചാനലുകൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൊച്ചു കാര്യങ്ങളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രം വന്നിട്ട് എടാ മണ്ടന്മാരെ, ഈ കപ്പലിന്റെ രൂപത്തിലെങ്കിലും നിങ്ങൾ ലോക കാര്യങ്ങളും ദേശീയ രാഷ്ട്രീയവും പറയേ എന്ന് മലയാളിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. വളരെ നന്ദി അത് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇത് ഏറ്റവും പണ്ട് യമണ്ടൻ വീണത് ഓർമ്മയുണ്ടോ? പണ്ട് യമണ്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ യമണ്ടൻ ഒരു ബോംബ് വീണു, കപ്പൽ വന്നു എന്ന് കൊച്ചിയിലോ ഒരു ഉപാഹോ ഉണ്ടായിട്ട് വലിയ സംഭാഷണമായിട്ടുണ്ടായി. അതിലും എത്രയോ മൂർത്തമായ യാഥാർത്ഥ്യമായ ഒരു ഭീകരമായ ലോക സാഹചര്യത്തിന്റെയും ദേശീയ സാഹചര്യത്തിന്റെയും മെറ്റഫറായിട്ടാണ് ആ ഇറാനിയൻ കപ്പൽ അവിടെ കെട്ടിക്കിടക്കുന്നത്. നന്ദി വളരെ സന്തോഷം. ഇത് പറയാൻ എനിക്കൊരു സൗകര്യം തന്നതിന്. ഒരു പക്ഷേ മനസ്സിൽ തങ്ങിക്കിടന്ന അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തുറന്ന ചർച്ച ചെയ്യുന്നത് പറയാൻ വേണ്ടി തന്നെയാണ്. നന്ദി, നമസ്കാരം. ഞങ്ങൾ വേറെ വിഷയമായി അടുത്ത ലക്കത്തിൽ വരുന്നത്.